ഹലോ, വെൽക്കം ടു മൈ നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. I will run, I will climb, I will soar. I'm undefeated. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't make us who we are. So I'll dream until I make it real. മുട്ടയുടെ വെള്ള ഇവിടെ കറക്റ്റ് ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. 3 മുട്ടയുടെ മഞ്ഞയാണിത്. ഇതിലേക്ക് ബദാം ഫ്ലേവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്ലേവർ അല്ല ബദാമിൻ്റെ എക്സ്ട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. ഇനി ഇത് നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിച്ച് പതുക്കെ മിക്സ് ആക്കി എടുക്കാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ബദാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റിലൂടെ അതെന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. അത് നമുക്കൊന്ന് ഇതിലേക്ക് തരിച്ച് ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിൽ തടവിയ പാത്രത്തിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ പകർത്തുകയാണ്. ഞാൻ അടിയിലൊരു ബട്ടർ പേപ്പർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ബട്ടർ പേപ്പർ ഇട്ടാൽ എന്തുകൊണ്ടും എളുപ്പത്തിൽ നമുക്ക് അടർത്തി മാറ്റാൻ സാധിക്കും. അടിയൊന്നും പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. കേക്കിൻ്റെ ബാറ്റർ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എങ്കിൽ നമ്മുടെ കേക്ക് ഒരേ ലെവലായിട്ട് കിട്ടും. അതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇത് ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രിയിൽ ലോവർ ഹീറ്റ് ഫംഗ്ഷനിൽ 40 മിനിറ്റാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 40 മിനിറ്റായി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർക്ക് പ്രഷർ കുക്കറിലും നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവരൊന്ന് കാണാം. നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. കറക്റ്റാണ്, റെഡി ആയിട്ടുണ്ട്.
കേക്ക് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബേക്കിലുള്ള ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇനി ഞാനിതൊന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഒരല്പം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ ഡബിൾ ബോയിലിങ്ങിലൂടെ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ടോപ്സിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 45 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ പീസിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്യാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping. ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't make us who we are. ഇനി ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ചിരവിയ തേങ്ങ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe. വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സൈഡിൽ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു.